12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ചാനലായ ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററാണ്. ഇത് ഇത്തിരി വലിയ ചാപ്റ്ററാണെന്ന് തോന്നുന്നു അല്ലേ? ആണ്. ഒത്തിരി കോൺസെപ്റ്റ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിരുത്തി പഠിച്ചാൽ വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ബയോളജിയുടെ ഒരു വിഭാഗമായ ജെനറ്റിക്സിനെ കുറിച്ചാണ്. ജെനറ്റിക്സ് എന്താണ്? സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. അതായത് നമുക്കറിയാം, എപ്പോഴും ഓസ്പ്രിങ്സ് പേരൻസിനോട് സിമിലർ ആയിരിക്കും അല്ലേ? അത് കാരണം നമ്മൾ പേരൻസിൽ നിന്ന് കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മൾ അവരുമായിട്ട് ഐഡൻറ്റിക്കൽ അല്ല, നമുക്ക് നമ്മുടേതായ വ്യത്യാസങ്ങളും ഉണ്ട്. ദാറ്റ് ഈസ് വേരിയേഷൻ. അപ്പം ഇത് രണ്ടും കൂടി പറയുന്ന ഒരു വിഭാഗമാണ് ജെനറ്റിക്സ്. അപ്പം ജെനറ്റിക്സിൽ എന്തൊക്കെയുണ്ട്? ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഹെറിഡിറ്റി എന്താണ്? പ്രോസസ് ബൈ വിച്ച് ഓസ്പ്രിങ്സ് റിസംബിൾ ദെയർ പേരൻസ്. അതായത് നമ്മൾ നമ്മുടെ അച്ഛനെ അമ്മയെ പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പനെ അമ്മൂമ്മയുടെ ക്യാരക്ടേഴ്സ് നമുക്കുണ്ട്. അതാണ് നമ്മുടെ ഹെറിഡിറ്റി, റൈറ്റ്? അവരുടെ ചില കാര്യങ്ങൾ നമുക്കുമുണ്ട്, ഫീച്ചേഴ്സ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് കുറേ വ്യത്യാസങ്ങളും ഉണ്ട്. അതാണ് വേരിയേഷൻ, ദ ഡിഗ്രി ബൈ വിച്ച് ഓസ്പ്രിങ്സ് ഡിഫർ ഫ്രം ദെയർ പേരൻസ്. അപ്പോൾ പണ്ട് തൊട്ടേ ആളുകൾക്ക് അറിയാമായിരുന്നു ഈ ഹെറിഡിറ്റി, അല്ലെങ്കിൽ ഒരാൾ പേരൻസിനെ പോലെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഇതെല്ലാം സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടാണ്. ആ ഒരു അറിവ് ഉപയോഗപ്പെടുത്തിയാണ് ബ്രീഡിംഗ് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയത്. അതായത് പ്ലാന്റ്സിനെ ബ്രീഡ് ചെയ്ത് ഒരു ബെറ്റർ വെറൈറ്റി, അല്ലെങ്കിൽ കന്നുകാലികൾ കാറ്റിൽസിനെ ബ്രീഡ് ചെയ്തിട്ട് നല്ലൊരു വെറൈറ്റി ഉണ്ടാക്കി. ഇതെല്ലാം ഇതിൻ്റെ ബേസിസ് ആയിരുന്നു. പക്ഷെ അന്ന് അവർക്ക് അതിൻ്റെ ജെനറ്റിക് ബേസിസ് അറിയില്ലായിരുന്നു. അപ്പോൾ ആരാണ് ഇതിന് തുടക്കം കുറിച്ചത്? ഒരു പ്രീസ്റ്റ് ആയിരുന്നു. ആ പ്രീസ്റ്റ് പേര് ഗ്രിഗർ ജോഹാൻ മെൻഡൽ. അദ്ദേഹം സിസ്റ്റമാറ്റിക് ആയിട്ട് തൻ്റെ എക്സ്പെരിമെൻറ്റ്സിലൂടെ കുറേ തിയറീസ് കണ്ടുപിടിച്ചു. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ജെനറ്റിക്സിൻ്റെ ബേസ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സിലോട്ട് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓസ്ട്രിയയിലാണ് അദ്ദേഹം ജനിച്ചത്. 1822 ജൂലൈ 20. ഒരു ജർമ്മൻ സ്പീക്കിംഗ് ഫാമിലി ആയിരുന്നു. അവിടെ അവർക്ക് വലിയ ഫാം ലാൻഡ് ഉണ്ടായിരുന്നു. കുട്ടിക്കാലം മുതലേ മെൻഡലിനും കൃഷി നല്ല താല്പര്യമാണ്, ഗാർഡനിങ്ങിന് നല്ല താല്പര്യമായിരുന്നു. പിന്നെ ഒത്തിരി അസുഖങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു. കുറച്ച് വളർന്നു വന്നപ്പോൾ പഠിക്കാനായിട്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി. ഒരു സിസ്റ്ററെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തെങ്കിലും അത് തികയുമായിരുന്നില്ല. അദ്ദേഹം അങ്ങനെ ഒരു വഴി കണ്ടെത്തി, പ്രീസ്റ്റായിട്ട് നമുക്ക് പള്ളിയിൽ ചേർന്ന് കഴിഞ്ഞാൽ പഠനത്തിനും കൂടെ അവർ സഹായിക്കും അല്ലേ? അപ്പോൾ പാർട്ട്ലി ബിക്കോസ് ഓഫ് ദാറ്റ് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു, ഒപ്പം ഇതും ഒരു കാരണമായി. അങ്ങനെ ചേർന്നു. അദ്ദേഹം ഫിസിക്സ് പഠിച്ചു. മാത്സിൽ വളരെ താല്പര്യമുള്ള മനുഷ്യനായിരുന്നു. എന്നാലും അദ്ദേഹത്തിന് ബ്രീഡിങ്ങിൽ വളരെ താല്പര്യം തോന്നി. ആ സമയത്ത് പല സ്കൂളിലും ടീച്ചറായിട്ട്, പാർട്ട് ടൈമായിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായിട്ടും ഒക്കെ ജോലി നോക്കി. ഒടുവിൽ ഒരു ഫോർമലായിട്ടൊരു ടീച്ചർ ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരീക്ഷയ്ക്ക് പോയെങ്കിലും ഓറൽ പരീക്ഷയ്ക്ക് അദ്ദേഹം തോറ്റു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ തിരിച്ചു വന്ന് പള്ളിയിൽ പ്രീസ്റ്റായിട്ട് അങ്ങ് തുടർന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പള്ളിയുടെ ചുറ്റും ഓൾമോസ്റ്റ് 2 acres ഓഫ് ലാൻഡ് ഉണ്ടായിരുന്നു. അവിടെ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. കൃഷി എന്ന് പറയുന്നത് ഒരു ലാഭത്തിന് വേണ്ടിയുള്ള കൃഷിയല്ല, പകരം ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ 2 acre ലാൻഡ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ലാബായി മാറുകയായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടാതെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരേ പാറ്റേണിൽ കുറേ പ്രാവശ്യം ആവർത്തിച്ച് ചില പരീക്ഷണങ്ങൾ നടത്തി. അപ്പം അദ്ദേഹം എന്താ സെലക്ട് ചെയ്തത്? പൈസം സറ്റൈവം ഓർ ഗാർഡൻ പീ, പയർ ചെടിയാണ് സെലക്ട് ചെയ്തത്. അദ്ദേഹം അത് സെലക്ട് ചെയ്യാൻ കാരണം, അതിൽ 7 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. ഓക്കെ, 7 ക്യാരക്ടേഴ്സ്, നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ 7 ക്യാരക്ടറിന് 2 ഫോം വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് ക്യാരക്ടർ എടുത്താലും അതിന് 2 ഓൾട്ടർനേറ്റീവ് ഫോംസും ഉണ്ടായിരുന്നു. അപ്പോൾ 14 ഡിഫറെൻറ്റ് ടൈപ്പ് പ്ലാന്റ്സ് ആണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. എന്നിട്ട് അതിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കൃത്യമായ പാറ്റേണിൽ തന്നെ ഓരോ പ്രാവശ്യവും ക്രോസ് ഹൈബ്രിഡൈസ് ചെയ്തു. അങ്ങനെ ഈ എക്സ്പെരിമെൻറ്റ്സ് ഓൾമോസ്റ്റ് 7 വർഷം നീണ്ടു. 1856 തുടങ്ങിയത്, തീർന്നത് എപ്പോഴാണ്? 1863. അപ്പോൾ അത്രയും നാൾ നീണ്ടുന്ന 7 വർഷത്തെ എക്സ്പെരിമെൻറ്റ്സ്. ഓൾമോസ്റ്റ് 20,000 to 30,000 പ്ലാന്റ്സ് ആണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്തത്. മെൻഡലിൻ്റെ പരീക്ഷണങ്ങൾക്ക് മുൻപ് തന്നെ, ഏതാണ്ട് BC മുതൽ മെൻഡലിൻ്റെ കാലഘട്ടം വരെ പലരും ഈ ഹെറിഡിറ്റിയെക്കുറിച്ചും മറ്റും തിയറികൾ ഉണ്ടാക്കി. പക്ഷെ അന്നൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നത്, പേരൻസിൻ്റെ
ക്യാരക്ടേഴ്സിൻ്റെ ഒരു ബ്ലെൻഡിങ് നടക്കും. അതായത് അച്ഛൻ്റെ ക്യാരക്ടർ, അമ്മയുടെ ക്യാരക്ടർ, അതിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും കുട്ടിയുടെ ക്യാരക്ടർ. അതായിരുന്നു അന്ന് വരെയുള്ള ബിലീഫ്. അതെല്ലാം തെറ്റാണെന്ന് തിരുത്തിയത് മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ആണ്. അപ്പം മെൻഡല് പൈസം സറ്റൈവം സെലക്ട് ചെയ്യാൻ കാരണങ്ങളുണ്ടായിരുന്നു. ഏറെക്കുറെ ആ കാരണങ്ങൾ തന്നെയാണ് മെൻഡലിൻ്റെ സക്സസിന് വഴിയൊരുക്കിയത്. അതേതൊക്കെയാണ്? ഒന്ന്, ഈസി ടു ഗ്രോ. നമുക്ക് എളുപ്പത്തിൽ കൾട്ടിവേറ്റ് ചെയ്യാം, പെട്ടെന്ന് വളർന്നോളും. ഒത്തിരി കെയറും ന്യൂട്രിയൻസും ഒക്കെ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹം ഒത്തിരി പ്ലാന്റ്സിൽ ഒത്തിരി വർഷങ്ങളോളം ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഈസി ടു ഗ്രോ. ദെൻ ഷോർട്ട് ലൈഫ് സ്പാൻ. ഞാനൊരു പ്ലാവോ ഒരു മാവിലോ ഒക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നോക്കുകയാണെന്ന് വിചാരിച്ചു. ഒരു സീഡിട്ട് അത് വളർന്ന് അത് ഫ്രൂട്ടായി ആ ഫ്രൂട്ടിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് അറിഞ്ഞാൽ അതിനെ ക്രോസ് ഹൈബ്രിഡൈസ് ചെയ്ത് അടുത്ത ജനറേഷൻ കണ്ടുപിടിക്കുമ്പോൾ മേ ബി നമ്മുടെ ഒരു ജനറേഷൻ, ഒരു ലൈഫ് ടൈമിൽ ഒരു 2 ജനറേഷനൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേ ഇത് വിത്തിൻ 1 ഇയർ മേ ബി 2 ജനറേഷൻ വരും. അപ്പോൾ നമുക്കൊരു 4-5 വർഷം കൊണ്ട് തന്നെ 8-10 ജനറേഷൻ പഠിക്കും പെട്ടെന്ന് കഴിയും. ദെൻ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്താണ്? മെയിൽ പാർട്ടായ സ്റ്റേമനും ഫീമെയിൽ പാർട്ടായ പിസ്റ്റിലും രണ്ടും ഒരേ ഫ്ലവറിൽ തന്നെ ഉണ്ട്. അപ്പോൾ യൂഷ്വലി സെൽഫ് പോളിനേറ്റ്. അതുണ്ടെങ്കിലും ബൈസെക്ഷൽ ആണെങ്കിലും സെൽഫ് പോളിനേഷൻ ഉണ്ട്. അതായത് പീ പ്ലാന്റിലെ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് ഉണ്ട്, ഓപ്പൺ ചെയ്യാത്ത ഫ്ലവേഴ്സ്. അപ്പോൾ അഷ്യൂർഡ് സീഡ് സെറ്റ് അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമി നടന്നിരിക്കും. അറ്റ് ദ സെയിം ടൈം ക്യാൻ ബി ക്രോസ് പോളിനേറ്റഡ്. അദ്ദേഹം ചെയ്തത് എന്താണ്? ക്രോസ് ബ്രീഡിങ് എക്സ്പെരിമെൻറ്റ്സ് അല്ലേ. അപ്പോൾ ക്രോസ് ബ്രീഡിങ്ങിൽ എന്താ വേണ്ടത്? ക്രോസ് പോളിനേഷൻ. അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാ. ആദ്യം ഒരു ഫോസെപ്സ് ഉപയോഗിച്ചിട്ട് നമ്മളെല്ലാം ആന്തർ റിമൂവ് ചെയ്യും അല്ലേ, ബൈസെക്ഷൽ ഫ്ലവറിലെ. ആ പ്രോസസ്സിന് എന്താ പറയുന്നത്? ഇമാസ്കുലേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്നൊരു ബാഗ് വെച്ച് അങ്ങ് കവർ ചെയ്യും. ബിക്കോസ് അൺവാണ്ടഡ് പോളൻ അതിൽ വന്ന് വീഴാൻ പാടില്ല. പിന്നെ സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആവുന്ന സമയം അത് നോക്കണം, നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ അറിയാൻ പറ്റും. സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള മറ്റേ പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻ എടുത്ത് ഇതിൽ ഡസ്റ്റ് ചെയ്തിടും. വീണ്ടും എന്നിട്ട് കവർ ചെയ്ത് വെക്കണം, കാരണം ഇനി വീണ്ടും അൺവാണ്ടഡ് പോളൻസ് വരാൻ പാടില്ല. പിന്നെ അതിൽ നിന്ന് സീഡ് ഉണ്ടായി, ഫെർട്ടിലൈസേഷൻ നടന്ന് സീഡ് ഉണ്ടായി. ആ സീഡ് നമ്മൾ കളക്ട് ചെയ്യും. ആ സീഡ്സ് നമ്മൾ ഗ്രോ ചെയ്യും. ഗ്രോ ചെയ്ത് അതിൻ്റെ ഓസ്പ്രിങ്സ്, അതായത് പുതിയ പ്ലാന്റ്സിൽ ഈ ക്വാളിറ്റീസ് എങ്ങനെയാണ്, ഏത് പേരൻറ്റിൻ്റെ ക്വാളിറ്റിയാണ്, അതെല്ലാം പഠിച്ചു. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പൈസം സറ്റൈവം സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും പൈസം സറ്റൈവം സെലക്ട് ചെയ്തത് കൊണ്ട് തന്നെ മെൻഡൽ സക്സസ്ഫുൾ ആയത്. മെൻഡൽ പഠിച്ച ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 14 ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് ആണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. അതായത് 7 ക്യാരക്ടർ, 2 ഫോംസ്, അപ്പോൾ 14 എണ്ണം. ഓക്കെ. ആ പ്ലാന്റ്സ് ഇപ്പോൾ ഒരെണ്ണം ഡിഫറെൻ്റ് ആണെങ്കിൽ ഒരു ക്യാരക്ടർ ഡിഫറൻസ്, ബാക്കി എല്ലാം സെയിം ആയിരിക്കും. അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. സോ 7 ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തു. ഫസ്റ്റ് വൺ, സീഡ് ഷേപ്പ്. നമുക്കറിയാം ചില സീഡ്സ് നമ്മൾ എടുക്കുമ്പോൾ നല്ല റൗണ്ട് ആയിരിക്കും. അതായത് നമ്മുടെ ഗ്രീൻ പീസ് ഒക്കെ നോക്കിയാൽ അറിയാം, നല്ല റൗണ്ട് സീഡായിരിക്കും, റൈറ്റ്. ചിലത് ഇങ്ങനെ ചുരുങ്ങിയിരിക്കും. നിങ്ങൾ 4 മണിപ്പൂവിൻ്റെ മിറാബിലിസിൻ്റെ സീഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇത്തിരി ചുരുണ്ടിട്ടിരിക്കും. ദെൻ സീഡ് കളർ, യെല്ലോ സീഡ്സ് ഉണ്ട്, ഗ്രീൻ സീഡ്സ് ഉണ്ട്. യെല്ലോ ആണ് ഡോമിനൻറ്റ് ട്രേറ്റ്, ഗ്രീൻ ആണ് റിസസീവ് ട്രേറ്റ്. എന്താ ഡോമിനൻറ്റ് ആൻഡ് റിസസീവ്? വി വിൽ കം ടു ദാറ്റ്, ബട്ട് സ്റ്റിൽ dominant means the character which is expressed or in the F1 generation or first generation, where in the presence of this gene, if this is suppressed, that is called a recessive. Okay, അതായത് ക്യാരക്ടർ F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യും, അതായത് ഡോമിനൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറിനെയാണ് നമ്മൾ യെല്ലോ എന്ന് പറയുന്നത്. ഇത് ഇല്ലെങ്കിൽ മാത്രമേ ഇത് എക്സ്പ്രസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ റിസസീവ് എന്ന് പറയുന്നത്. ഇനി ഫ്ലവർ കളർ ഏതൊക്കെയാ? വയലറ്റ് ഫ്ലവർ ഉണ്ട്, വൈറ്റ് ഫ്ലവർ ഉണ്ട്. വേറെ ഏതെങ്കിലും കളർ ഉണ്ടോ? ഇല്ല. പീ പ്ലാന്റിൽ ഈ 2 ആൾട്ടർനേറ്റീവ് ഫോംസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ദെൻ പോഡ് ഷേപ്പും 2 എണ്ണേ ഉള്ളൂ, ഫുൾ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റഡ്. പയറിൻ്റെ ഫ്രൂട്ട് എങ്ങനെയാണ്? ഇലോങ്ങേറ്റഡ്. ഓക്കെ. ഇതിനെ പറഞ്ഞ പേരാണ് പോഡ്. നമ്മൾ ബീൻസ് ഒക്കെ നല്ല ഉരുണ്ടിരിക്കും, അതിനകത്ത് സീഡ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ല, നമ്മൾ തുറന്ന് നോക്കുമ്പോഴേ കാണാൻ പറ്റും. അതേസമയം ചില ഫ്ലാറ്റ് ബീൻസ് ഉണ്ട്, ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ആ സീഡിൻ്റെ ഒരു ഇംപ്രഷൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം സീഡ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് അല്ലേ. അങ്ങനെയുള്ളതിനാണ് കൺസ്ട്രക്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ ആൻഡ് കൺസ്ട്രക്റ്റഡ്. ദെൻ പോഡ് കളർ, അതായത് ഇതിൻ്റെ കളർ, ഈ പോഡിൻ്റെ കളർ. ആദ്യം നമ്മൾ പറഞ്ഞ ഇതിനകത്തിരിക്കുന്ന സീഡിൻ്റെ കളർ, ഇപ്പം നമ്മൾ പറയുന്നത് ആ കവറിങ് പോഡിൻ്റെ കളർ എന്തൊക്കെയാണ്? ഗ്രീൻ ആൻഡ് യെല്ലോ. ദെൻ ഫ്ലവർ പൊസിഷൻ, പൂ സൈഡിൽ നിന്നാണോ ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ആക്സിയ. അതോ ടിപ്പിലാണോ പൂ ഉണ്ടാകുന്നത്? അത് ടെർമിനൽ. ദെൻ സ്റ്റെമ്മിൻ്റെ ഹൈറ്റ്, ടോൾ പ്ലാന്റും ആകാം, ഡ്വാഫ്. അല്ലാതെ ഇൻ്റർമീഡിയറ്റ് വെറൈറ്റി ഒന്നുമില്ല പീ പ്ലാന്റിൽ. ഒന്നുകിൽ ടോൾ പ്ലാൻ അല്ലെങ്കിൽ ഡ്വാഫ് പ്ലാൻ, 2 ഓൾട്ടർനേറ്റീവേ ഉള്ളൂ. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? എല്ലാത്തിൻ്റെയും ഡോമിനൻ്റ് ഏതാ റിസസീവ് ഏതാന്നുള്ളത് കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ഈ ടേബിൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഒപ്പം ഇതൊന്ന് ശ്രദ്ധിക്കണം, അതായത് സീഡ് കളർ വരുമ്പോൾ യെല്ലോ ഡോമിനൻറ്റും ഗ്രീൻ റിസസീവും ആണ്.
അതേസമയം പോട്ട് കളർ വരുമ്പോഴോ ഗ്രീൻ ആണ് ഡോമിനൻറ്റ്, യെല്ലോ റിസസീവ് ആണ്. ഇതൊന്നും ഓർമ്മ വെച്ചാലേ പറ്റുള്ളൂ. ഓക്കെ, ചിലപ്പോൾ അവർ ക്വസ്റ്റ്യനിൽ തരും ഇതാണ് ഡോമിനൻറ്റ് അല്ലെങ്കിൽ ജീനോടൈപ്പ് തരും, പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. ചിലപ്പോൾ ഇതൊന്നും പറയില്ലെങ്കിലോ ക്യാരക്ടർ മാത്രം തന്നാൽ അറിഞ്ഞിരിക്കണം എന്താണ്, അല്ലേ? സോ ഇത് കാണാതെ പഠിക്കണം, വളരെ അത്യാവശ്യമാണ്. വെറുതെ പഠിച്ചാൽ പോരാ, ഏതാണ് ഡോമിനൻറ്റ് ഏതാണ് റിസസീവ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റ്സും ക്രോസ് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ടെർമിനോളജീസ് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. ഓക്കെ, അതിൽ ആദ്യത്തേത് ജീനാണ്. അതായത് മെൻ്റലി എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുമ്പോൾ 1856 to 63 ആ സമയത്ത് ഈ ക്രോമസോമും DNA കുറിച്ചൊന്നും ഒരു അറിവും നമുക്കുണ്ടായിരുന്നില്ല ശാസ്ത്രലോകത്തിന്. ആ സമയത്ത് അദ്ദേഹം മനസ്സിലാക്കി എന്തോ പേരൻസിൽ നിന്ന് കുട്ടിയിലേക്ക് വരുന്നുണ്ട് ക്യാരക്ടറും കൊണ്ട്. അതിന് അദ്ദേഹം ചുമ്മാ ഒരു പേര് കൊടുത്തു, ഫാക്ടർ. ഓക്കെ, അപ്പോൾ ആ ഫാക്ടറാണ് പിന്നീട് ജീനാണെന്ന് മനസ്സിലാക്കിയത്. ജീൻ എവിടെയാണ് കാണുന്നത്? DNA ഒരു പാർട്ടിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. ആ ജീൻ എന്നുള്ള പേര് പറഞ്ഞത് ആദ്യമായിട്ട് ജൊഹാൻസൺ എന്നൊരു സയൻറ്റിസ്റ്റാണ്. ഓക്കെ, ജൊഹാൻസൺ കോയിൻ ദ ടേം ജീൻ. ഇനി ആ ജീനിന് പല ഫോംസ് ഉണ്ടാവാം. അതായത് നമ്മളിപ്പോൾ പീ പ്ലാന്റിൻ്റെ കാര്യം എടുത്താൽ ഹൈറ്റ് ഒരു ക്യാരക്ടറാണ്, അല്ലേ? അപ്പോൾ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ജീൻ ഉണ്ടാവണം. പക്ഷേ എല്ലാ പ്ലാന്റിലും ഒരേപോലത്തെ ഹൈറ്റ് ആണോ? ഇല്ല. നമ്മൾ രണ്ട് ഫോംസ് പറഞ്ഞു, ഒന്ന് ടോള്, മറ്റേത് ഡ്വാഫ്. അപ്പോൾ ടോൾ എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ഹൈറ്റ് ജീനാണ്. ഡ്വാഫ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ഹൈറ്റ് ജീനാണ്. ഡ്വാഫ് എന്ന് പറയുന്നത് നമ്മൾ ഹൈറ്റ് അല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് രണ്ടുമാണ്, രണ്ട് ഫോംസ് ഓഫ് ജീൻ ഫോർ ഹൈറ്റ്. അതിനെ നമ്മൾ പറയുന്നത് വേണം അല്ലീൽസ്. ഓക്കെ, അപ്പോൾ അല്ലീൽസ് എന്താണ്? ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എ ജീൻ. അത് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? യൂഷ്വലി നമ്മൾ ആൽഫബറ്റ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മളൊരു റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. അതെന്താ? നമ്മൾ ഡോമിനൻറ്റ് ട്രേറ്റിൻ്റെ പേരെടുക്കും, എന്നിട്ട് അതിലെ ആദ്യത്തെ അക്ഷരം സെലക്ട് ചെയ്യും. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ അപ്പർ കേസ്, അതായത് ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ ഡോമിനൻറ്റിന് വേണ്ടി ഉപയോഗിക്കും. ലോവർ കേസ് അല്ലെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കും? റിസസീവിന് വേണ്ടി ഉപയോഗിക്കും. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ 2 പ്രാവശ്യം എഴുതണം. ഇതെന്താണെന്നറിയോ? കാരണം നമ്മളെല്ലാവരും ഡിപ്ലോയിഡ് അല്ലേ. നമുക്ക് എല്ലാ ജീനിനും 2 കോപ്പീസ് വരുന്നുണ്ട്, ഒന്ന് ഫാദറിൽ നിന്ന് ഒന്ന് മദറിൽ നിന്ന്, ഏത് ക്യാരക്ടർ എടുത്താലും. സോ ടി എന്ന് പറയുന്നത് ഒരു അല്ലീൽ ഓഫ് ഹൈറ്റ് ജീൻ, സ്മോൾ ടി എന്ന് പറയുന്നത് അനദർ അല്ലീൽ ഓഫ് ഹൈറ്റ് ജീൻ, വൈ എന്ന് പറയുന്നത് അല്ലീൽ ഓഫ് സീഡ് കളർ, സ്മോൾ വൈ എന്ന് പറയുമ്പോഴേക്കും ദ അല്ലീൽ ഓഫ് സീഡ് കളർ. ഓക്കെ, പിന്നെ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ വിസിബിൾ എക്സ്പ്രഷൻ ഓഫ് എ ട്രേറ്റ്. ഇപ്പം ഞാനൊരു പ്ലാന്റ് ഫ്ലവർ കണ്ടിട്ട് പറയുന്നത് ഇത് വയലറ്റ് കളറാണ്, ഹായ് നല്ല ഫ്ലവർ വയലറ്റ് കളർ. അതെങ്ങനെ എനിക്കറിയാം? എനിക്കത് കാണാൻ പറ്റും, അല്ലേ? അല്ല ഞാൻ പറയണോ, ഓ ഇയാളുടെ കണ്ണ് ബ്രൗൺ കളറാണല്ലോ, അതെങ്ങനെ അറിയാം? എനിക്ക് കാണാം. അല്ലെങ്കിൽ തൻ്റെ മുടി ചുരുട്ടിട്ടാണല്ലോ, ഓക്കെ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇങ്ങനെ വിസിബിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഫീനോടൈപ്പ്. ഓക്കെ, അതേസമയം ഈ ക്യാരക്ടർ, അത് വയലറ്റ് ഫ്ലവർ ആയിക്കോട്ടെ, ചുരുണ്ട മുടി ആയിക്കോട്ടെ, ബ്രൗൺ കണ്ണായിക്കോട്ടെ, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാ? ഒരു ജീനല്ലേ. പക്ഷെ ആ ജീൻ ഏതാണെന്ന് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുമോ? ഇല്ല. പക്ഷെ നമുക്കറിയാത്ത ഒരു ജീനാണെന്നല്ലേ. അപ്പോൾ ആ ജീനിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതാണ് ജീനോടൈപ്പ്. അത് ഞാൻ പറഞ്ഞതുപോലെ ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഹോമോസൈഗസ്, ഹെട്രോസൈഗസ്. നമ്മൾ പറഞ്ഞു ഒരാളിൽ 2 കോപ്പി ഓഫ് ജീനെ കാണുള്ളൂ, ഒന്ന് അച്ഛൻ്റെ നിന്ന് ഒന്ന് അമ്മയുടെ നിന്ന്. അത് ഒരുപോലത്തെ ആകാം, ഡിഫറെൻ്റ് ആകാം. സപ്പോസ് ഒന്ന് ആലോചിച്ച് നോക്കൂ, അച്ഛനും ചുരുണ്ട മുടിയാണ്, അമ്മയ്ക്കും ചുരുണ്ട മുടിയാണ്, 2 പേരും ചുരുണ്ട മുടിയുടെ ജീനാണ് തരുന്നത്. അപ്പോൾ ഐഡൻറ്റിക്കൽ അല്ലേ? അങ്ങനെ വന്നാൽ ഹോമോസൈഗസ്. ഒരാൾ ചുരുണ്ട മുടിയുടെ തന്നു, ഒരാൾ നീണ്ട മുടിയുടെ തന്നു, അപ്പോൾ എന്തായി? ഡിഫറെൻറ്റ്. അപ്പോൾ അതെന്താണ്? ഹെട്രോസൈഗസ്. അല്ലെങ്കിൽ ഒരു പീ പ്ലാന്റ് വയലറ്റ് ഫ്ലവറിൻ്റെ ജീൻ തന്നു, അടുത്തത് വയലറ്റിൻ്റെ തന്നെ തന്നു, അപ്പോൾ ക്യാപിറ്റൽ വി ആൻഡ് ക്യാപിറ്റൽ വി, അപ്പോൾ എന്താ? ഹോമോസൈഗസ്. അതേസമയം 2ഉം സ്മോൾ വി ആണെങ്കിലോ അതും ഹോമോസൈഗസ്, റിസസീവ്. പക്ഷെ ഒരു ക്യാപിറ്റൽ വിയും ഒരു സ്മോൾ വിയും കൂടെ വരുമ്പോഴാണ് ഹെറ്ററോസൈഗസ്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിക്കൽ പെയർ ഓഫ് അല്ലീൽസ് ആണ് വരുന്നതെങ്കിൽ അതിനെ ഹോമോസൈഗസ് എന്ന് പറയും. അപ്പോൾ ഹോമോസൈഗസിന് അഡ്വാൻറ്റേജ് എന്താ? ഒരു ക്യാരക്ടർ, ഒരു ജീൻ ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് ഹോമോസൈഗസ് ആണെങ്കിൽ ഓസ്പ്രിങ്സിലൊക്കെ നമുക്ക് ആ ഒരു ക്യാരക്ടർ മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ടോളിൻ്റെ 2 ജീനും ക്യാപിറ്റൽ ടി ആണെങ്കിൽ ദാറ്റ് പേരൻറ്റ് ക്യാൻ ഗീവ് ഓൺലി ക്യാപിറ്റൽ ടി ജീൻ ടു ദ ഓസ്പ്രിങ്, അല്ലേ? അതേസമയം ഒരു ക്യാപിറ്റൽ ഒരു സ്മോൾ ആണെങ്കിലോ 2 പോസിബിലിറ്റി ഉണ്ട്, ക്യാപിറ്റൽ ടിയും കൊടുക്കാം, സ്മോൾ ടിയും കൊടുക്കാം. ഏത് കിട്ടും നമുക്കറിയില്ല, അല്ലേ? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടെർമിനോളജീസ്, നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് മെൻ്റൽ എങ്ങനെയാണ് തൻ്റെ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗാർഡൻ പിയിലാണ് കണ്ടക്ട് ചെയ്തത്. 14 ക്യാരക്ടർ ഫോംസ് ആണ് എടുത്തത്, അതായത് 7 ക്യാരക്ടേഴ്സ് വിത്ത് 2 ഓൾട്ടർനേറ്റീവ് ഫോംസ്. ഓക്കെ, അദ്ദേഹം എടുത്ത പേരൻറ്റ്, ഇതാണ് പേരൻ്റൽ ജനറേഷൻ എന്ന് പറയാം. ഫസ്റ്റ് ജനറേഷൻ പേരൻ്റൽ ജനറേഷൻ, അത് ട്രൂ ബ്രീഡിംഗ് അല്ലെങ്കിൽ പ്യുവർ ലൈൻസ് ആയിരുന്നു. എന്താണ് ഈ ട്രൂ ബ്രീഡിംഗ് അല്ലെങ്കിൽ പ്യുവർ ലൈൻ ഉദ്ദേശിക്കുന്നത്?
അതായത് ഹോമോസൈഗസ് കണ്ടീഷൻ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹോമോസൈഗസ് എന്ന് പറയുമ്പോൾ 2 അല്ലീൽസും ഒരേ ഫോമിലായിരിക്കും. അതായത് ഇപ്പോൾ ടോൾ ആണെങ്കിൽ 2 അല്ലീൽസും ക്യാപിറ്റൽ ടി തന്നെ ആയിരിക്കും. ഡോഫ് ആണെങ്കിൽ 2 അല്ലീലും സ്മോൾ ടി തന്നെ ആയിരിക്കും. വയലറ്റ് ആണെങ്കിൽ 2 അല്ലീലും ക്യാപിറ്റൽ ബി തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണ്? പേരൻ്റൽ ഫോംസ് എപ്പോഴും ആ ഒരൊറ്റ ജീൻ മാത്രമേ ഓസ്പ്രിങ്ങിന് കൊടുക്കുള്ളൂ. ആ ക്യാരക്ടർ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും ഓസ്പ്രിങ്ങിലോട്ട്, അത് മാറ്റമില്ല. അതേസമയം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ക്യാപിറ്റൽ ടി ഒരു സ്മോൾ ടി ഉണ്ടെങ്കിലോ 2 പോസിബിലിറ്റി ഇല്ലേ? അത് പേരൻ്റ് ടോള് കൊടുക്കാം അല്ലെങ്കിൽ ഡോഫ് ജീൻ കൊടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കൺഫ്യൂഷനേ ഇല്ല. സോ ഫസ്റ്റ് ജനറേഷൻ ടേക്കൺ ബൈ മെൻഡൽ വാസ് പ്യുവർ ലൈൻസ് ഓർ ട്രൂ ബ്രീഡിങ്. അത് ചുമ്മാ അങ്ങനെ കിട്ടുമോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെൻഡൽ ഈ പ്ലാന്റ്സിനെ, അതായത് പേരൻറ്റ് പ്ലാന്റായിട്ട് സെലക്ട് ചെയ്ത പ്ലാന്റ്സിനെ അതിന് മുന്നിലത്തെ പല ജനറേഷൻസിൽ സെൽഫ് പോളിനേറ്റ് ചെയ്താണ് ട്രൂ ബ്രീഡിങ് ഉണ്ടാക്കുന്നത്. നമുക്ക് എപ്പോൾ ട്രൂ ബ്രീഡിങ് വേണമെങ്കിലും വി ഹാവ് ടു ഡു സെൽഫ് പോളിനേഷൻ. എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെ, അങ്ങനെ ഒരു 4-5 ജനറേഷൻ കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ നടത്തി കിട്ടിയതാണ് ഈ പ്ലാന്റ്സ്. ഈ പ്ലാന്റ്സിൻ്റെ ടോൾനെസ്സിൽ മാത്രമേ ഓൾട്ടർനേറ്റിംഗ് ഫോംസ് ഉള്ളൂ, ടോൾ ആൻഡ് ഡോഫ്. ബാക്കി എല്ലാ ക്യാരക്ടറും അവർ സിമിലർ ആയിരുന്നു. ബാക്കി 6 ക്യാരക്ടേഴ്സും സിമിലർ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഇതിന് മുൻപ് മെൻഡൽ ചെയ്തതാണ് കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ. നമുക്കത് മനസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ ക്രോസ് എങ്ങനെയാണ്? ഒരു ടോൾ പ്ലാന്റ് പ്യുവർ ബ്രീഡിംഗ് ഹോമോസൈഗസ് വിത്ത് ഡ്വാഫ് പ്ലാന്റ് ഹോമോസൈഗസ്. വെൻ ക്രോസ്ഡ് ടുഗെദർ ഇറ്റ് വാസ് ക്രോസ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ എങ്ങനെ ചെയ്യാം? ഇമാസ്കുലേഷൻ, ബാഗിങ്, ഡസ്റ്റിംഗ് ദ പോളൻ എല്ലാം ചെയ്ത് കുറേ സീഡ് കിട്ടി. ആ സീഡ്സിനെ എല്ലാം ഗ്രോ ചെയ്തു. അപ്പോൾ മെൻഡലിന് മുമ്പ് ചെയ്തിരുന്ന വരെയുള്ള ബിലീഫ് എന്തായിരുന്നു? ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് ഒരു ടോളും ഒരു ഡോഫും കൂടെ നമ്മൾ ക്രോസ് ചെയ്താൽ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? മീഡിയം സൈസ് അല്ലെങ്കിൽ ആവറേജ് ഹൈറ്റ് അല്ലേ? പക്ഷെ ഇവിടെ മെൻഡലിനെ സർപ്രൈസ് ചെയ്തുകൊണ്ട് എന്ത് കിട്ടി? എല്ലാം ടോൾ പ്ലാന്റ് ആയിരുന്നു. അല്ലെങ്കിൽ എല്ലാ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് വെർ ലൈക്ക് വൺ ഓഫ് ദ പേരൻസ്. അത് ഒരു പേരൻറ്റിനെ പോലെ മാത്രം അവരില്ലായിരുന്നു. മറ്റേ പേരൻറ്റിൻ്റെ ഒരു ക്യാരക്ടർ കാണിച്ചതേ ഇല്ല. അതായത് ഇതിനെ പറയുന്ന പേരാണ് F1 ജനറേഷൻ അഥവാ ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ. മീൻസ് ഫസ്റ്റ് ഓസ്പ്രിങ് ജനറേഷൻ. ഇത് പേരൻ്റൽ ജനറേഷനാണ്, ഇത് ഓസ്പ്രിങ് ജനറേഷൻ ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടിയതെല്ലാം എങ്ങനെയായിരുന്നു? ലൈക്ക് വൺ ഓഫ് ദ പേരൻസ്, ഒരു പേരൻറ്റിനെ പോലെ ആയിരുന്നു. ടോള് മാത്രമേ ഉള്ളൂ. ഒരെണ്ണം പോലും എന്തായില്ല? ഡോഫായില്ല. അപ്പോൾ മെൻഡൽ വിചാരിച്ചു, അപ്പോൾ ഈ ഡോഫ്നെസ് എവിടെ പോയി? ഒരു പേരൻറ്റിൻ്റെ ക്യാരക്ടർ മാത്രമല്ലേ കണ്ടുള്ളൂ. അപ്പോൾ അതറിയാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തു. സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ? pollen grains from the flower is dusted on the stigma of the same flower. അതാണ് സെൽഫ് പോളിനേഷൻ. അങ്ങനെ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ടോൾ പ്ലാന്റ്സ് ആയിരുന്നു മെജോറിറ്റി. പക്ഷേ ചില ഡ്വാഫ് പ്ലാന്റ്സും കണ്ടുപിടിച്ചു. അതായത് ഈ ഫസ്റ്റ് ജനറേഷനിൽ കാണാതിരുന്ന ആ പേരൻ്റൽ ക്യാരക്ടറിസ്റ്റിക് സെക്കൻഡ് ജനറേഷൻ ആയപ്പോൾ വീണ്ടും റീ അപ്പിയർ ചെയ്തു. അതായത് അപ്പം അതിനുള്ള ജീൻ ഓൾറെഡി ഇതിനകത്ത് ഹിഡൻ ആയിരുന്നില്ലേ? അതെ. അപ്പം മെൻഡൽ പറഞ്ഞു F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഫീനോടൈപ്പ്, ഇവിടെ ഫീനോടൈപ്പാണ് നമുക്കറിയാം ടോൾ അല്ലേ? ഫീനോടൈപ്പ് ഈസ് ഡോമിനൻ്റ് ഓവർ ദി അതർ വൺ. So the one which is expressing is called the dominant trait and the one which gets suppressed is called a recessive trait. അപ്പോൾ ഇങ്ങനെ ഈ ക്രോസിൽ ഒരു പ്ലാന്റ് കിട്ടി, ആ ഒരു പ്ലാന്റിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പം 4 പ്ലാന്റ് കിട്ടി. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഇത് ഒരു മേ ബി ഒരു 50 പ്ലാന്റ് ആയിരിക്കാം. അതിനെ എല്ലാം സെൽഫ് പോളിനേറ്റ് സീഡ് സെലക്ട് ചെയ്ത് മേ ബി ഇതൊരു 400 പ്ലാന്റ്സ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു 100 സീഡ്സ് കിട്ടിയെന്ന് വിചാരിക്കാം. ആ 100 സീഡ്സിനെ ഗ്രോ ചെയ്തപ്പോൾ ഒരു മേ ബി ഒരു 75, 80 ഓർ 82 എന്തായിരുന്നു ടോൾ. ബാക്കിയുള്ളൊരു 20-25 ഡ്വാഫ്. ഒരു എക്സാക്ട് നമ്പർ നമുക്ക് കിട്ടില്ല, ഒരു അപ്രോക്സിമേറ്റ്. അപ്പോൾ അത് മെൻഡൽ നോക്കിയപ്പോൾ അതിലൊരു ചെറിയ റേഷ്യോ ഉണ്ടെന്ന് തോന്നി. മെൻഡൽ അപ്പോൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ സെയിം റിസൾട്ട്. പിന്നെയും റിപ്പീറ്റ് ചെയ്തു, സെയിം. പിന്നെ ക്യാരക്ടർ മാറ്റി നോക്കി. ഓക്കെ, ഇവിടെ ഹൈറ്റ് ആണെങ്കിൽ അടുത്ത കളർ ഓഫ് ദ ഫ്ലവർ, പിന്നെ സീഡ് ഷേപ്പ്, സീഡ് കളർ, അങ്ങനെ ഓരോന്ന് ചെയ്തപ്പോഴും ദ സെയിം പാറ്റേൺ ഹി ഫോളോഡ് ഫോർ കണ്ടക്ടിങ് ദ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ആ റിസൾട്ടും അത് തന്നെയായിരുന്നു, ഒരേ റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ മെൻഡൽ അതിനെ ബേസ് ചെയ്തിട്ട് തൻ്റെ ചില ലോസ് എല്ലാം പ്രപ്പോസ് ചെയ്തു. ഓക്കെ, സോ അങ്ങനെ മെൻഡൽ ലോ പ്രപ്പോസ് ചെയ്തപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? ആദ്യം 3 ലോസാണ്. അതിപ്പോഴും നമ്മൾ ഹെറിഡിറ്റിയുടെ ബേസ് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹം അന്ന് ഒരു ഓസ്ട്രിയൻ സയൻറ്റിഫിക് മാഗസീനിലാണ് അത് പബ്ലിഷ് ചെയ്തത്. ഇനി മെൻഡലിൻ്റെ ഈ ലോസിലോട്ട് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്തെന്ന് നോക്കാം. അതായത് ഇതിനു മുമ്പ് ആൾക്കാർ ഹൈബ്രിഡൈസേഷൻ ചെയ്തിട്ടില്ലേ? ഉണ്ട്, ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഈ ലോസ് കണ്ടുപിടിച്ചോ? ഇല്ല. അപ്പോൾ മെൻഡലിന് സക്സസ്ഫുൾ ആകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ പറഞ്ഞു ആ പൈസം സെറ്റൈവം അല്ലെങ്കിൽ ഗാർഡൻ ബീയുടെ സെലക്ഷൻ തന്നെ ഒരു സക്സസ് ഫാക്ടറാണ് അല്ലേ? അതുകൂടാതെ മെൻഡലിന് വേറെ കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇദ്ദേഹത്തിന് മാത്തമാറ്റിക്സ് നല്ല ഇഷ്ടമായിരുന്നു.
അതുകൊണ്ട് വെറുതെ ഏതെങ്കിലും കുറേ പ്ലാന്റ് എടുത്ത് ക്രോസ് ചെയ്ത് റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് പകരം അദ്ദേഹം ഓരോന്നും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരേ ഫോർമാറ്റിലാണ് എല്ലാ എക്സ്പെരിമെൻറ്റും ചെയ്തത്. ആദ്യം ഹോമോസൈഗസ് പേരൻറ്റിനെ എടുക്കുന്നു, അതിൽ നിന്ന് F1 ഉണ്ടാക്കുന്നു, F1നെ സെൽഫ് പോളിനേറ്റ് ചെയ്ത് F2 ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ പാറ്റേൺ എല്ലാത്തിനും ഫോളോ ചെയ്തപ്പോൾ അദ്ദേഹം ഓരോ പ്രാവശ്യവും ഇതിൻ്റെ എല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എഴുതി വെച്ചു. ഇത്ര പ്ലാന്റ്സ് എടുത്തു, എനിക്ക് ഇത്രയും സീഡ്സ് കിട്ടി, അതെല്ലാം ടോളായിരുന്നു, അടുത്ത ജനറേഷനിൽ ഇത്രയും കിട്ടി, അതിൽ ഇത്ര ശതമാനം ടോള്, ഇത്രയും ഡോഫായിരുന്നു, അങ്ങനെ എഴുതി വെച്ചു. അടുത്ത വയലറ്റ് കളർ അല്ലെങ്കിൽ വൈറ്റ് ഫ്ലവർ കളർ എടുത്തപ്പോഴും ഇതേ പാറ്റേൺ ആണ് വരുന്നത്, ഈ റേഷ്യോ സെയിം ആയിട്ട് വരുന്നു. പിന്നെ വന്നപ്പോഴും അങ്ങനെ 7 ക്യാരക്ടർ ചെയ്തപ്പോഴും സെയിം റേഷ്യോ കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ വൺ ഓഫ് ദ അല്ലീൽസ്, അതായത് ഒരു അല്ലീല മറ്റേതിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് അദ്ദേഹം പറഞ്ഞത് ലോ ഓഫ് ഡോമിനൻസ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരിടത്തും ബ്ലെൻഡിങ് കണ്ടില്ല അല്ലേ? പണ്ട് പറഞ്ഞത് ബ്ലെൻഡിങ്, പക്ഷെ ഇവിടെ ഒരൊറ്റ സ്ഥലത്ത് പോലും അദ്ദേഹം ബ്ലെൻഡിങ് കാണുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയ ലോ ആണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അതായത് അറ്റ് ദ ടൈം ഓഫ് ഗാമീറ്റ് ഫോർമേഷൻ 2 അല്ലീലുണ്ടെങ്കിൽ ആ പെയറിൽ ഓരോന്നും ഓരോ ഗമീറ്റിലേക്ക് പോകും വിത്തൗട്ട് ബ്ലെൻഡിങ്. അപ്പോൾ ഒരു ഗമീറ്റിൽ ഏതെങ്കിലും ഒരു അല്ലീലേ കാണുള്ളൂ. ഓക്കെ, അതാണ് അദ്ദേഹത്തിൻ്റെ ലോ. എന്നിട്ട് അദ്ദേഹം ഇതൊരു ഓസ്ട്രിയൻ സയൻറ്റിഫിക് മാഗസിനിൽ പബ്ലിഷ് ചെയ്തു. 1866 എക്സ്പേർട്സ് ഇൻ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു അദ്ദേഹം പ്രസിദ്ധീകരിച്ച ആ പേപ്പറിൻ്റെ പേര്. പിന്നെ അപ്പോൾ ഇദ്ദേഹം മാത്തമാറ്റിക്കൽ ലോജിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും ഈ എക്സ്പെരിമെൻറ്റ്സിൽ കൊണ്ടുവന്നതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിനുള്ള ഏറ്റവും വലിയ കാരണം. ഓക്കെ, ഹീ ഫോർമുലേറ്റഡ് ഓർ ഹീ ഇംപ്ലിമെൻറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് മാത്തമാറ്റിക്കൽ ഡേറ്റ ഇൻ ഹിസ് എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ്. ഇനി രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ഹിസ് സാമ്പിളിംഗ് സൈസ് വാസ് ലാർജ് വിച്ച് ഗേവ് മോർ ക്രെഡിബിലിറ്റി ടു ഹിസ് റിസർച്ച്. അതായത് ഒരു പ്ലാന്റ് 2 പ്ലാന്റിലല്ല ചെയ്തത്, ഓൾ ടുഗെദർ അദ്ദേഹം ഓൾമോസ്റ്റ് 28,000 പ്ലാന്റ്സിലാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും വലിയ സാമ്പിളിംഗ് സൈസ് ചെല്ലുമ്പോൾ നമുക്കൊരു ക്രെഡിബിലിറ്റി കൂടുതലാണ് അല്ലേ? വീണ്ടും 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 സെയിം കിട്ടുമ്പോൾ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. ദെൻ തേർഡ് റീസൺ എന്ന് പറയുന്നത്, he confirmed his inferences by repeatedly doing the experiment in successive generations so that he could give general rules rather than very specific rules. അതായത് ഓരോ ജനറേഷനിലും ഒരു കാര്യം കണ്ടെങ്കിൽ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഇൻഫറൻസിന് അദ്ദേഹം കൺഫേം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ജനറലൈസ്ഡ് ആയിട്ടുള്ള കുറേ റൂൾസ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റി. അതായത് ഈ പറഞ്ഞ ലോസ് 3 ലോസാണ് മെൻഡൽ പ്രപ്പോസ് ചെയ്തത്. ആ 3 ലോസും ജനറലി ആപ്ലിക്കബിൾ ആണ്. അല്ലാതെ ഉള്ളി പീ പ്ലാന്റിലെ ഈ കളറിന് മാത്രം അങ്ങനെയല്ല, ജനറലി പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ ആപ്ലിക്കബിൾ ആയിട്ട് വന്നു. അതും വേറൊരു റീസൺ ആണ്. പിന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എടുത്തെടുത്ത് ചെയ്തതുകൊണ്ട് അതൊരു ബേസിക് ഫ്രെയിം വർക്ക് ഉണ്ടാക്കി. സോ പിന്നീട് വന്ന സയൻറ്റിസ്റ്റിന് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ വളരെ ഈസിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സക്സസിനെ കോൺട്രിബ്യൂട്ട് ചെയ്തത്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ദ സക്സസ് ഓഫ് മെൻഡൽ. ഇനി അതേസമയം അദ്ദേഹം ലക്കി ആയിരുന്നു. പ്ലാന്റ് സെലക്ഷൻ്റെ കാര്യത്തിലും എക്സ്പെരിമെൻറ്റ് ചെയ്ത കാര്യത്തിലും റിസൾട്ട് കണ്ടുപിടിച്ചത്, ഫോർമുലേഷൻ അത്ര വരെ എല്ലാം ഭംഗിയായി കഴിഞ്ഞു. 866 അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട റെക്കഗ്നീഷൻ കിട്ടിയോ? ഇല്ല. ആ കാര്യത്തിൽ അദ്ദേഹം നിർഭാഗ്യവാനായിരുന്നു. എന്താ കാരണം? പല കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹം ഈ ബയോളജിയിലോട്ട് മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ കൊണ്ടുവന്നത് അന്നത്തെ സയൻറ്റിഫിക് വേൾഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതലായിരുന്നു. കാരണം അന്ന് മാത്സ് വേറെ സയൻസ് വേറെ. ബയോളജിക്കകത്ത് എന്തിനാ മാത്ത്? പല ബയോളജിസ്റ്റും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ചിലപ്പോൾ അവർക്കത് മനസ്സിലായതുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ? കമ്മ്യൂണിക്കേഷൻ വാസ് നോട്ട് പ്രോപ്പർ. ഒരു ലോക്കൽ ഓസ്ട്രിയൻ മാഗസീനിലാണ്, അതായത് സയൻറ്റിഫിക് മാഗസീനിലാണ് അദ്ദേഹം പേപ്പർ പബ്ലിഷ് ചെയ്തത്. അത് എത്ര പേര് വായിച്ചു കാണും അല്ലേ? അന്ന് ഇതുപോലെയുള്ള ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ട്വിറ്ററോ ടെലിഗ്രാമോ ഒന്നും ഇല്ലായിരുന്നു. സോ ആ കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് കൊണ്ടും അദ്ദേഹത്തിന് പുറം ലോകം അറിയാതെ പോയി. അല്ലെങ്കിൽ ഈ വൻ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് കൃത്യസമയത്ത് അറിയാൻ പറ്റിയില്ല. പിന്നെ വേറൊരു റീസൺ, ആ സമയത്ത് 1857 നമ്മുടെ ചാൾസ് ഡാർവിൻ എവല്യൂഷനെ കുറിച്ച് നാച്ചുറൽ സെലക്ഷൻ തിയറിയുമായിട്ട് വന്നു. ഒറിജിനൽ സ്പീഷീസ് ബുക്ക് റിലീസ് ചെയ്തു. അപ്പോൾ നാച്ചുറലി ബയോളജിസ്റ്റ് എല്ലാം അതിൽ ഫോക്കസ് ചെയ്യുമായിരുന്നു. കാരണം ഇവല്യൂഷനെ കുറിച്ച് ഒരു പുതിയ തിയറിയാണ്, എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ട് അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും. സോ അവരെല്ലാം അതിൽ ബിസി ആയിരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു വർക്കിനെ ആരും അത്ര കാര്യമായിട്ട് എടുത്തില്ല. മെൻഡലിൻ്റെ ക്രോസിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കണ്ടു. ഇനി നമുക്ക് എങ്ങനെ ക്രോസ് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. കാരണം എപ്പോഴും നമുക്ക് ഒരു ടോൾ പ്ലാന്റിനെ വരച്ച് ഒരു ഡോഫ് പ്ലാന്റിനെ വരച്ച് അത് പറ്റില്ല അല്ലേ? അപ്പോൾ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മളൊരു ക്രോസ് വരയ്ക്കും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് ടോൾ ഇൻറ്റു ഡോഫ് എന്ന് തന്നെ എടുക്കാം. സോ ആദ്യം എഴുതിയിരിക്കുന്നത് എന്താണ്? പേരൻ്റൽ ജനറേഷൻ. ഓക്കെ, ഇത് ഫീനോടൈപ്പ് ആണോ ജീനോടൈപ്പ് ആണോ തന്നിരിക്കുന്നത്? ഫീനോടൈപ്പ്, ബിക്കോസ് നമുക്ക് കാണാം അല്ലേ, ടോൾ ആണ് ഡോഫ് ആണ്. ഇനി ഇതിൻ്റെ ജീനോടൈപ്പ് എഴുതണം.
എങ്ങനെയാണ് നമ്മൾ ജീനോടൈപ്പ് എഴുതുന്നത്? നമ്മളതിൻ്റെ റൂൾ അറിഞ്ഞു. ഡോമിനൻ്റ് ഏതാണ്? ടോൾ. ടോളിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ക്യാപിറ്റൽ ടി. അപ്പോൾ ആ ക്യാപിറ്റൽ ടി 2 പ്രാവശ്യം നമ്മൾ എഴുതുമ്പോൾ ടോൾ പ്ലാന്റ്. ഇവിടെ എനിക്ക് ഡി എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതിൻ്റെ സ്മോൾ ലെറ്റർ തന്നെ ഇവിടെ വരണം. അപ്പോൾ എന്താവും? സ്മോൾ ടി, സ്മോൾ ടി. നമ്മൾ എന്തിനാണ് 2 പ്രാവശ്യം എഴുതുന്നത്? ബിക്കോസ് വി ആർ ഡിപ്ലോയിഡ്, ഈച്ച് പേരൻറ്റ് കോൺട്രിബ്യൂട്ട്സ്. പക്ഷേ നമ്മളിപ്പോൾ കണ്ടു മെൻ്റൽ കുറേ പ്രാവശ്യം സെൽഫ് പോളിനേറ്റ് ചെയ്തെല്ലാം പ്യുവർ ലൈൻസ് ആണ് അല്ലേ, ട്രൂ ബ്രീഡിങ്. അതുകൊണ്ട് ഹോമോസൈഗസ് എഴുതാവുള്ളൂ. ഇവിടെ ഹെറ്ററോസൈഗസ് വരില്ല ഫസ്റ്റ് ജനറേഷനിൽ, ഒരു പേരൻ്റെ ജനറേഷനിൽ. ഇനി ഇവർ ഗ്യാമീറ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് അല്ലേ, മെയോസിസ് നടന്നിട്ട്. അപ്പോൾ അതിലേക്ക് ഒരു അല്ലീൽ മാത്രമേ പോകാൻ പറ്റൂ. ഇവിടെ രണ്ടും ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് ഒരു ടൈപ്പേ ഉള്ളൂ, ക്യാപിറ്റൽ ടി. ഇവിടെ സ്മോൾ ടി അല്ലേ. ഇനി ഇത് രണ്ടും ക്രോസ് ചെയ്യുമ്പോൾ capital T and small t will come together. This is called a F1 generation. And what is the appearance? Tall. Phenotype is tall. Why is it tall? Because it has got a capital T allele. നമ്മൾ പറഞ്ഞു F1 ജനറേഷനിൽ എന്തായാലും എക്സ്പ്രസ് ചെയ്യുന്നത് ഡോമിനൻ്റ് ട്രേറ്റ്. അപ്പോൾ ഇതെല്ലാം ടോൾ ആണ്. ഇനി F2 കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? സെൽഫ് പോളിനേഷൻ ഓഫ് ടോൾ പ്ലാന്റ്സ്, അതായത് F1 പ്ലാന്റ്സ്. സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ സെയിം ജീനോടൈപ്പ് അല്ലേ വരുന്ന 2 സൈഡിലും. ഇവിടെ ഇനി ഇത് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ 2 ടൈപ്പ് ആകാം അല്ലേ, ഇതും ആകാം ഇതും ആകാം. സോ 50% ചാൻസസ് ദെയർ. നമ്മൾ 2 എഴുതുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനിവിടെ ഒരു സർക്കിൾ ഇടുന്നത് ഹാപ്ലോയിഡ് കണ്ടീഷൻ വരുമ്പോഴാണ് സർക്കിൾ ഇടുന്നത്. അതിൽ ഒരു അല്ലീൽ മാത്രമേ കാണുള്ളൂ. ഇതൊരു ടൈപ്പ് ഗ്യാമീറ്റ്, ഇതൊരു വേറൊരു ടൈപ്പ് ഗ്യാമീറ്റ്. ഹിയർ ഓൾസോ സെയിം. ഇനി ഇതിൻ്റെ ക്രോസിങ്ങിൻ്റെ സമയത്ത് ഏതൊക്കെ കോമ്പിനേഷൻസ് വരാൻ നോക്കാം. ഈ ക്യാപിറ്റൽ ടി ഓഫ് ദിസ് പേരൻറ്റ് ഹാസ് 2 കോമ്പിനേഷൻസ്. ഇതുമായിട്ടൊക്കെ ഫ്യൂസ് ചെയ്യാം, ഇതുമായിട്ട് ഫ്യൂസ് ചെയ്യാം, ചാൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. അതേസമയം ഇത് ഈ ഗ്യാമീറ്റുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിലോ ക്യാപിറ്റൽ ടി, സ്മോൾ ടി. വി ആർ സീയിങ് ദ പ്രോബബിലിറ്റീസ്. ഓക്കെ, നൗ ദിസ് വൺ അഗെയിൻ ക്യാപിറ്റൽ ടി, സ്മോൾ ടി. അത് നമുക്ക് സ്മോൾ ടി ക്യാപിറ്റൽ ടി എഴുതി കൂടെയും ചോദിക്കും. പക്ഷേ ഓൾവേസ് നമ്മൾ ക്യാപിറ്റൽ ആദ്യം എഴുതിയിട്ട് പിന്നെയാണ് സ്മോൾ ലെറ്റർ എഴുതുന്നത്. പിന്നെ ഇവിടെ സ്മോൾ ടി, സ്മോൾ ടി. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? ജീനോടൈപ്പ്. ഇനി നമ്മൾ ഫീനോടൈപ്പ് എഴുതാം. ഇവിടെ എന്താണ്? ടോൾ. ഇത് ടോൾ അല്ലേ, കാരണം അവിടെ ക്യാപിറ്റൽ ടി ഇല്ലേ, ടോൾ. ഇതോ ടോൾ. ഇതെന്താണ്? ഡ്വാഫ്. എന്തുകൊണ്ടാണ് അത് ഡ്വാഫ് ആയത്? അവിടെ ഒരു ഡോമിനൻ്റ് അല്ലീൽ ഇല്ല. ഡോമിനൻ്റ് അല്ലീൽ ഇല്ലാത്തപ്പോഴാണത് റിസസീവ് ട്രേറ്റ് കാണിക്കുന്നത് അല്ലേ. ഒരു ഡോമിനൻ്റ് അല്ലീലെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡോമിനൻ്റ് ഫീനോടൈപ്പേ കാണിക്കുള്ളൂ. എപ്പോഴും നിങ്ങൾ ക്രോസ് എഴുതി കഴിഞ്ഞാൽ റേഷ്യോ എഴുതുക എന്നുള്ളത് മസ്റ്റാണ്. ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും എഴുതണം. ഫീനോട്ടിപ്പിക് റേഷ്യോ നോക്കിയേ, എത്ര ടോൾ ഉണ്ട്? 3 ടോൾ. 3 ടോൾ ഈസ് ടു 1 ഡ്വാഫ്. സോ 3:1. ഇനി നിങ്ങളിത് ഏത് ക്യാരക്ടർ വെച്ച് ചെയ്താലും നിങ്ങൾക്ക് അത് തന്നെ കിട്ടും. ജീനോട്ടിപ്പിക് റേഷ്യോ ഒരു ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. എത്ര ക്യാപിറ്റൽ ടി, സ്മോൾ ടി ഉണ്ട്? 2 എണ്ണം ഇല്ലേ. അപ്പോൾ 2 ക്യാപിറ്റൽ ടി, സ്മോൾ ടി, 1 സ്മോൾ ടി, സ്മോൾ ടി. സോ 1:2:1. ഓക്കെ, ഇവിടെ നമ്മൾ എത്ര ക്യാരക്ടേഴ്സ് എടുത്തു? ഒരൊറ്റ ക്യാരക്ടർ. ഏതാ? പ്ലാൻ ഹൈറ്റ് വിത്ത് 2 ഓൾട്ടർനേറ്റീവ് ഫോംസ്, ഹൈറ്റ് ദാറ്റ് ഈസ് ടോൾ ആൻഡ് ഡ്വാഫ്. ഇങ്ങനെയുള്ള ക്രോസിനെ പറയുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ക്രോസ് ഇൻവോൾവിംഗ് സിംഗിൾ ക്യാരക്ടർ ഇസ് കോൾഡ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇതാണ് മോണോ ഹൈബ്രിഡ് ക്രോസിന് എക്സാമ്പിൾ. ഇനി നമുക്ക് വേറൊരു രീതിയിൽ ഇത് 2nd ജനറേഷൻ കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. വിത്ത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓർ എ ബോക്സ് ദാറ്റ് ഈസ് കോൾഡ് ചെക്കർ ബോർഡ് ഓർ പുന്നെറ്റ് സ്ക്വയർ. ഈ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. വയലറ്റ് ആൻഡ് വൈറ്റ്. വയലറ്റ് എന്താണ്? ക്യാപിറ്റൽ വി, ക്യാപിറ്റൽ വി. ഇവിടെ W എടുക്കാൻ പറ്റുമോ? ഇല്ല. സ്മോൾ വി, സ്മോൾ വി. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്യാപിറ്റൽ ടിയും സ്മോൾ ടി എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് അല്ലേ, അപ്പർ കേസ് ലോവർ കേസ്. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ല. അതേസമയം വി ഒക്കെ ആകുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ സ്മോൾ ഒരുപോലെ എഴുതുന്നത്, അല്ലെ W ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ എഴുതും അല്ലേ. അപ്പോൾ കുറേ എഴുതി ലാസ്റ്റ് സ്റ്റേജൊക്കെ വരുമ്പോഴേക്കും ആ സൈസ് കൊണ്ട് മാത്രം ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ബുദ്ധിമുട്ടാവും. എക്സാമിനർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സ്മോൾ ലെറ്ററിന് ഒരു സ്വിങ് കൊടുക്കുക. സോ നോ കൺഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ എപ്പോഴും അത് ഓർത്തോളുക. ഒരേപോലത്തെ ആൽഫബറ്റ്സ് ആണെങ്കിൽ ഒരു സ്വിങ് ഇട്ട് അതിനെ ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. പിന്നെ ഇവിടെ ക്യാപിറ്റൽ വി, ഇവിടെ സ്മോൾ വി. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ക്യാപിറ്റൽ വി, സ്മോൾ വി. ദിസ് ഈസ് F1 ജനറേഷൻ ആൻഡ് ദിസ് ഈസ് വയലറ്റ്. റൈറ്റ്. ഇനി F2 കാണുന്നത് എന്താ? ക്രോസ് പോളിനേഷൻ. ഇതിന് മുമ്പത്തെ എക്സാമ്പിൾ ഞാൻ എന്താ പറഞ്ഞത്? വെറുതെ ക്രോസ് ലൈൻസ് വരച്ച് നമ്മൾ നോക്കി അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെക്കർ ബോർഡ് അല്ലെങ്കിൽ പുന്നെറ്റ് സ്ക്വയറിൻ്റെ സഹായത്തോടെയാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റെജിനാൾഡ് സി പുന്നെറ്റ് എന്നൊരു സയൻറ്റിസ്റ്റ് ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ടു കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഓൾ പോസിബിൾ ജീനോടൈപ്സ് ഓഫ് ഓസ്പ്രിങ്സ് ഇൻ എ ജെനറ്റിക് ക്രോസ്. അതായത് ഒരു ജെനറ്റിക് ക്രോസിൽ ഉണ്ടാകാവുന്ന എല്ലാ ജീനോടൈപ്പിൻ്റെ പോസിബിലിറ്റീസ് റിവീൽ ചെയ്യുന്ന ഒരു ബോക്സ് ആണ്. ഓക്കെ, അപ്പോൾ
ഇവിടെ ഏതൊക്കെ ഗ്യാമീറ്റാണ് ഉണ്ടാകുന്നത്? ക്യാപിറ്റൽ വി ആൻഡ് സ്മോൾ വി. അടുത്തതിലും സെൽഫ് പോളിനേഷൻ അല്ലേ, ക്യാപിറ്റൽ വി ആൻഡ് സ്മോൾ വി. സോ ഇതാണ് നമ്മളിനി സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എത്ര ഗ്യാമീറ്റ് ഉണ്ടാകുമെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ബോക്സ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു ഫോർമുലയുണ്ട്. ദർ ഇസ് എ ഫോർമുല 2 to the power of n. ഇവിടെ 2 ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പക്ഷേ ഈ n എന്ന് പറയുന്നത് ഇവിടുത്തെ ഹെട്രോസൈഗസ് പെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇപ്പം ഇവിടെ എത്ര ഹെട്രോസൈഗസ് പെയർ ഉണ്ട്? ഒരെണ്ണമല്ലേ ഉള്ളൂ, ക്യാപിറ്റൽ വി ആൻഡ് സ്മോൾ വി. അപ്പോൾ 2 to the power of 1. സോ 2 gametes will form. അതേസമയം ഇപ്പം ഇങ്ങനെ ഒരു ക്രോസ് ആണെങ്കിലോ എത്ര ഹെട്രോസൈഗസ് പെയർ ഉണ്ട്? രണ്ടില്ലേ, ഇതൊരു പെയർ ഇതൊരു പെയർ. അപ്പോൾ 2 to the power of 2 4 gametes ഉണ്ടാവും. ഓക്കെ, ഇതാണ് ആ ഫോർമുല. അപ്പോൾ ഇവിടെ 2 ഉണ്ടാവും 2 to the power of n, ഇവിടെയും 2 ഉണ്ടാവും. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ്. ഇപ്പോൾ 2 into 2 എത്ര കിട്ടി? 4 ഉണ്ട്. അപ്പോൾ നമ്മൾ 4 കോളംസ് വരയ്ക്കണം. ഇനി ആദ്യത്തേത് ഈ ഗാമീറ്റ്സ് ഇങ്ങനെ എഴുതി ഹൊറിസോണ്ടലി, ഇതിൻ്റെ ഗാമീറ്റ്സ് വെർട്ടിക്കലി ഡൗൺ. നമ്മൾ ക്രോസിൽ സാധാരണ ചെയ്യുന്നത് ഈ ഹൊറിസോണ്ടലി ടോപ്പിൽ മെയിലിൻ്റെ ഗാമീറ്റ്സും വെർട്ടിക്കലി ഡൗൺ ഫീമെയിൽ ഗാമീറ്റ്സുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു പുനെറ്റ് സ്ക്വയർ. ഓക്കെ, ഇനി ഇത് നമ്മൾക്ക് ഈ വിയും ഇവിടുത്തെ വിയും, ക്യാപിറ്റൽ വി, ഇവിടെ നിന്നുള്ള ക്യാപിറ്റൽ വി, ഇവിടുത്തെ സ്മോൾ വി, ഇവിടെ നിന്നുള്ള സ്മോൾ വി. പക്ഷേ ക്യാപിറ്റൽ വിയിൽ നമ്മൾ ആദ്യം എഴുതുന്നത് ഇവിടെ നിന്ന് സ്മോൾ വി, ഇവിടെ നിന്നും സ്മോൾ വി. പിന്നെ നമുക്ക് എന്താ എഴുതാം? ഫീനോട്ട്. ഇത് വയലറ്റ്, ഇത് വയലറ്റ്, ഇതും വയലറ്റ്, ഇത് വൈറ്റ്. എന്തുകൊണ്ടാണ് ഇത് വൈറ്റ് ആയത്? വയലറ്റിൻ്റെ അല്ലിയിലില്ല, ഡോമിനൻ്റ് അല്ലിയിലില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മറക്കാതെ എഴുതേണ്ട 2 കാര്യമുണ്ട്, ഫീനോട്ടിപ്പിക് റേഷ്യോ ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ. ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ത് വരും? 3 വയലറ്റ് 3 വയലറ്റ് ഈസ് ടു 1 വൈറ്റ്. അതേസമയം ജീനോട്ടിപ്പിക് റേഷ്യോ 1 വയലറ്റ് ഈസ് ടു 1 ക്യാപിറ്റൽ വി ഈസ് ടു 2 ക്യാപിറ്റൽ വി സ്മോൾ വി ഈസ് ടു 1 സ്മോൾ വി. ഇനി ഇത് തന്നെ പെർസെൻറ്റേജിൽ ചോദിക്കാം. എത്ര ടോൾ പെർസെൻറ്റ് അല്ലെങ്കിൽ എത്ര വയലറ്റ് എത്ര വൈറ്റ്? 3:1 എന്നുള്ളതിനെ പെർസെൻറ്റേജ് ആക്കുമ്പോൾ എത്രയാ? 75% ആൻഡ് 25% അല്ലേ? ഇനി 1:2:1 ആണെങ്കിലോ 25% ഹോമോസൈഗസ് ഡോമിനൻറ്റ്, 50% ഹെട്രോസൈഗസ് ഡോമിനൻറ്റ് ആൻഡ് 25% ഹോമോസൈഗസ് റിസസീവ്. ഇനി ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഹോമോസൈഗസ് ഓഫ്സ്പ്രിങ്സ് ഇൻ ദ F2 ജനറേഷൻ? അപ്പോൾ ഇതും ഹോമോസൈഗസ് അല്ലേ? അപ്പോൾ 25 + 25 50. 50% ഹോമോസൈഗസും 50% ഹെട്രോസൈഗസും. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാം. അപ്പം ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മെൻ്റലിൻ്റെ 7 ക്യാരക്ടേഴ്സും എടുത്ത് അതിൻ്റെ ആൽഫബറ്റ്സ് ചൂസ് ചെയ്തിട്ട് ഏത് ആൽഫബറ്റ് എടുക്കും? ഡോമിനൻറ്റ് റേറ്റിൻ്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലായിട്ട് അതിനെടുത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയും പുനെറ്റ് സ്ക്വയർ യൂസിങ് എ പുനെറ്റ് സ്ക്വയർ ഓർ ചെക്കർ ബോർഡ് ഫൈൻഡ് ഔട്ട് F2. അപ്പോൾ ഇത് തന്നെ ഉപയോഗിക്കാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ മെത്തേഡും ഉപയോഗിക്കാം, സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, പക്ഷേ നമ്മൾ അടുത്ത ഡൈഹൈബ്രിഡ് ക്രോസിൽ വരുമ്പോൾ നമുക്ക് ഇതേ പറ്റുള്ളൂ. മോണോഹൈബ്രിഡ് ക്രോസ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ മെൻ്റലിന് ചില ലോസ് അല്ലെങ്കിൽ ഒരു ജനറലൈസേഷൻ കിട്ടി. അതായത് 2 ലോസാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, അതേതാണ്? ഒന്ന് ലോ ഓഫ് ഡോമിനൻസ്, രണ്ടാമത്തേത് ലോ ഓഫ് സെഗ്രിഗേഷൻ. അതായത് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? In the F1 generation, when 2 alleles are coming together, 2 alleles of a gene are coming together, one dominates the other or expresses. The one which expresses is called the dominant trait and the one which is suppressed is called the recessive trait. അതായത് 2 അല്ലീൽസ് വരുമ്പോൾ, 2 ഡിഫറെൻറ്റ് അല്ലീൽസ് വന്ന് ചേരുമ്പോൾ ഒരേ ജീനിൻ്റെ ഒന്ന് മറ്റേതിനെ മാസ്ക് ചെയ്യും. അപ്പോൾ ഏതാണോ എക്സ്പ്രസ് ആവുന്നത് അതിനെ നമ്മൾ ഡോമിനൻ്റ് എന്നും മറ്റേ സപ്രസ് ആയിരിക്കുന്നതിന് നമ്മൾ റിസസീവ് എന്നും പറയും. ഇനി മറ്റൊരു ലോ എന്താണ്? ലോ ഓഫ് സെഗ്രിഗേഷൻ. അതായത് the alleles of a gene segregate at the time of gamete formation and one gamete will have only one allele of a gene. അതായത് ഇപ്പോൾ 2 ഇതുപോലെ ക്യാപിറ്റൽ വി സ്മോൾ വി 2 അല്ലീൽസ് ഇല്ലേ? പക്ഷെ ഒരു ഗാമീറ്റിൻ്റെ ഫോർമേഷൻ സമയത്ത് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഗാമീറ്റ് എന്തേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ, ഇതർ ക്യാപിറ്റൽ വി അല്ലെങ്കിൽ സ്മോൾ വി അല്ലേ? അങ്ങനെ വരുന്നതാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഈ ലോ ഓഫ് സെഗ്രിഗേഷന് വേറെ 2 പേരും കൂടെ പറയാം. യൂണിവേഴ്സൽ ലോ. യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിന് ആപ്ലിക്കബിൾ ആണ്. എപ്പോൾ ഗ്യാമീറ്റ് ഉണ്ടായാലും ഏതെങ്കിലും ഒരു അല്ലീലല്ലേ കാണുള്ളൂ, ബിക്കോസ് ഗ്യാമീറ്റ് ഈസ് ഹാപ്ലോയിഡ് അല്ലേ? അപ്പോൾ അതിനെ യൂണിവേഴ്സൽ ലോ എന്ന് പറയും. പിന്നെ മറ്റൊരു പേരാണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമീറ്റ്സ്. ഗ്യാമീറ്റിൻ്റെ പ്യൂരിറ്റിയാണ് കാണിക്കുന്നത്. കാരണം 2 മിക്സിംഗ് ഇല്ല, കൺഫ്യൂഷൻ ഇല്ല, ഓൺലി 1 allele ഫോർ 1 ക്യാരക്ടർ. അതാണ് പ്യൂരിറ്റി ഓഫ് ഗ്യാമീറ്റ്സ്. ഈ 2 ലോസാണ് മോണോ ഹൈബ്രിഡിനെ ബേസ് ചെയ്ത് പ്രപ്പോസ് ചെയ്തത്.
പക്ഷേ മെൻ്റൽ ടോട്ടൽ എത്ര റൂൾസാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? 3 റൂൾസ് അല്ലേ? ഇനി മൂന്നാമത്തെ റൂൾ എപ്പോഴാണ് പ്രപ്പോസ് ചെയ്തത്? ഡൈഹൈബ്രിഡ് ക്രോസിനെ അടിസ്ഥാനപ്പെടുത്തി. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കോൺസെപ്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ അഭിപ്രായമോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ.